അങ്ങനെ പുളിങ്കുന്നത്തുനിന്ന് ഞങ്ങൾ നേരെ വെച്ചുപിടിച്ചത് ഫേമസ് ആയിട്ടുള്ള ആവീസ് പുട്ട് ഹൗസിലോട്ടാണ് കേട്ടോ. പേരുപോലെ തന്നെ പുട്ടാണ് അവിടുത്തെ മെയിൻ ഐറ്റം. ആൻഡ് റൈസ് പുട്ടും ചിക്കൻ സ്റ്റൂവും മുടങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിൽ പോയി. ഞങ്ങളുടെ സ്റ്റേ ചെയ്തെടുത്ത നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇത്. രാവിലെ തന്നെ എഴുന്നേറ്റ് തരുണിമണിയായിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ഡൊണാൾഡിന്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ബസ്സൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന പോലാണ് ഇവിടെ ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നത്. അങ്ങനെ പോയി നമ്മുടെ സ്ഥലം എത്തി. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഇവിടെ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം അറിയാലോ, ഇവിടുത്തെ പാൽപ്പായസം കുടിക്കണം. ബട്ട് ഇച്ചിരി അധികം പേര് ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ എത്തി ഉണ്ണിക്കണ്ണനെ കാണാനും അവിടുത്തെ പാൽപ്പായസം കുടിക്കാനും ഒക്കെ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാത്രേ, ഉണ്ണിക്കണ്ണനും കൂടെ വിചാരിക്കണം എന്ന്. ഇപ്പോൾ എങ്ങനെ അവിടെ എത്തിപ്പെടും എന്നുള്ളതൊക്കെ അദ്ദേഹമാണ് അത്രേ തീരുമാനിക്കുന്നത്. അത് സത്യമാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒരു തവണ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് പിന്നെയും പോവാൻ തോന്നും. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പാൽപ്പായസം. ഈ നുറുക്കരയും ക്ഷേത്രത്തിൽ തന്നെ മറ്റുള്ളവർക്ക് പ്രവേശനം ഇല്ലാത്ത മണിക്കിണറുണ്ട്. അവിടുത്തെ വെള്ളവും അവിടുത്തെ തന്നെ പശുവിന്റെ പാലും വെണ്ണയും നെല്ലും ഒക്കെ ഉപയോഗിച്ചാണ് അവർ ഇത് ഉണ്ടാക്കുന്നത്. പുലർച്ചെ 4 മണി മുതൽ 11 മണി വരെ നിന്നാണ് അവർ ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഈ പായസം കുറുക്കി ഒരു ചെമ്പകപ്പൂവിന്റെ കളർ ആവുമ്പോഴത്തേക്കും പഞ്ചസാര ഇടുന്ന ടൈമുണ്ട്. ആ ടൈമിൽ വാസുദേവ എന്ന് ഉറക്കെ വിളിച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഗുരുവായൂരെന്ന് വാസുദേവൻ ഇവിടെ വരുമെന്നാണ് സങ്കല്പം. കേൾക്കാൻ എത്ര രസമുള്ള കാര്യമാണല്ലേ. ഇനി ഈ പാൽപ്പായസം കുടിക്കാൻ കിട്ടണമെങ്കിൽ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോക്കൺ ഒരു 10 മണിക്കൊക്കെയാണ് രാവിലെ കൊടുത്തു തുടങ്ങുന്നതെങ്കിലും ക്യൂവിൽ അധികം നിൽക്കണ്ടെങ്കിൽ ഒരു 6-7 മണിക്ക് തന്നെ വന്ന് ക്യൂ നിൽക്കണം. അപ്പോൾ ടോക്കൺ ആദ്യം കിട്ടും. ടോക്കൺ ആദ്യമേ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ബിക്കോസ് പായസം കൊടുക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ നേരത്തെ കൂട്ടി വരുന്നവർക്ക് ആദ്യം പായസം കിട്ടും. ടോക്കൺ നമ്പർ വെച്ചൊന്നും അല്ല കേട്ടോ പായസം കൊടുക്കുന്നത്. പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സോ ക്യൂവിൽ നിൽക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തന്നെ വേഗം പോയി ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയുള്ള ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് നന്നായിട്ട് തട്ടി. രാവിലെ എഴുന്നേറ്റുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. പിന്നെ ക്യൂവിൽ ഇച്ചിരി നേരം നിൽക്കാനുള്ളതാണല്ലോ. സോ അതോർത്ത് മൂക്കുമുട്ട തന്നെ കഴിച്ചു കേട്ടോ. അങ്ങനെ നിറഞ്ഞ കുമ്പയും കൊണ്ട് ചെന്ന് ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങി. ഭാഗ്യത്തിന് ക്യൂ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു കേട്ടോ. ഇച്ചിരി നേരം ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പം ഞാൻ പയ്യെ എഴുന്നേറ്റ് ഇതിലേക്ക് ഒന്ന് ചുറ്റിപ്പറ്റി നടന്നു. ഇവിടെ ആക്ച്വലി ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വാസുദേവ എന്ന് ഉറക്കി വിളിക്കുമെന്ന്. അതുപോലെ പായസം നേദിക്കാൻ കൊണ്ടുപോകുന്നതും കാണണം. ആ ടൈമിൽ അവർ ശംഖ് ഊതുകയൊക്കെ ചെയ്യും. അതുപോലെ ചില ദിവസങ്ങളിൽ അന്നദാനവും ഉണ്ട്. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. എങ്കിലേ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വന്നതിനൊരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ അവിടെ വേറെ ചിലതും കൂടെ കാണാനുണ്ട്. ഈ ഭഗവാന് നേദിച്ച തൃക്കൈവെണ്ണയും തിരുമധുരവും അതുപോലെ തന്നെ അവിടെ ദീപാരാധനയുണ്ട്. അതൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. ഈവനിങ് ടൈമിൽ ക്ഷേത്രത്തിൽ ദീപമൊക്കെ കൊളുത്തി കാണുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. ബട്ട് അതും നടന്നില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ക്ഷേത്രം മൊത്തമായിട്ട് അടയ്ക്കുന്നതിന് മുന്നേ കാവൽ വിളി എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. വാസുദേവാന്ന് ഒത്തിരി നീട്ടി വിളിക്കും. അതും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതൊക്കെ അടുത്ത പ്രാവശ്യം അവിടെ പോകുമ്പം അവിടെ സ്റ്റേ ചെയ്ത് ഇതെല്ലാം കണ്ട് പൂർണ്ണത എത്തിച്ചിട്ടേ ഞാൻ വരത്തുള്ളൂ. അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതിന്റെ ഇടയ്ക്ക് കണ്ട ഒരു കാര്യമാണ് ഈ പ്ലാവിന് പാവാട ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കഥ ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അതുപോലെ ഞാനൊരു അഹിന്ദു ആയതുകൊണ്ടായിരിക്കാം ഈ സിനിമയിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ നേരിട്ട് കണ്ടു. തത്തയെ വെച്ച് ഭാവി പറയാനിരിക്കുന്ന ഒരു ചേച്ചി. കൗതുകം ശകലം കൂടുതലായതുകൊണ്ട് എനിക്കും തത്തയെ കൊണ്ട് ഭാവി പറയിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വരുന്ന പുതിയ വള്ളികൾ ഇപ്പോഴേ അറിഞ്ഞ് തല പുകയ്ക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ടും തല ഇനി ബാക്കിയില്ലാത്തത് കൊണ്ടും ഞാൻ ചെയ്തില്ല. അങ്ങനെ ടോക്കണൊക്കെ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ചന്ദനമൊക്കെ തൊട്ട് ഭംഗിയൊക്കെ നോക്കി ഇതിലൊന്നുകൂടെ നടന്നു. ഇങ്ങനെ ഇവിടെ കാറ്റും കൊണ്ട് നടക്കുമ്പോൾ പറഞ്ഞു കേട്ട് ഈ ക്ഷേത്രത്തിന്റെ കഥ ഓർക്കാൻ നല്ല രസമാണ് കേട്ടോ. ഈ കഥ എല്ലാവർക്കും അറിയുമായിരിക്കും. എന്നാൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കഥ കേട്ടോ. പണ്ടൊരിക്കൽ അമ്പലപ്പുഴയിലെ രാജാവായിരുന്ന ചെമ്പകശ്ശേരി പൂരാടം തിരുനാൾ ദേവനാരായണൻ രാജാവിനെ കാണാൻ ഒരു സന്യാസി എത്തി. ആ സന്യാസി രാജാവിനോട് ചെസ് കളിക്കാൻ കൂടാൻ പറഞ്ഞു. അങ്ങനെ കളി ജയിക്കുന്നയാൾക്ക് തോറ്റയാളൊരു സമ്മാനം കൊടുക്കണം എന്നായിരുന്നു അത്ര വ്യവസ്ഥ. സന്യാസി ആവശ്യപ്പെട്ട സമ്മാനം വളരെ ചെറുതാണെന്ന് രാജാവിന് ആദ്യം തോന്നി. ചെസ് ബോർഡിലെ ആദ്യത്തെ കളത്തില് 1 അരിമണി, രണ്ടാമത്തെ കളത്തില് 2 അരിമണി, അങ്ങനെ ഓരോ കളത്തിലും ഇരട്ടിയാക്കിയിട്ട് 64 കളങ്ങളിൽ അരി നൽകണം. രാജാവ് ഓക്കെ പറഞ്ഞു. പക്ഷേ രാജാവ് തോറ്റു. പിന്നെ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ ആ അളവിലുള്ള അരി നൽകാൻ രാജാവിന്റെ മുഴുവൻ രാജ്യത്തുള്ള അരി പോലും മതിയാകത്തില്ലെന്ന് അപ്പോഴാണത്രേ മനസ്സിലായേ. അപ്പൊ സന്യാസി എന്ത് ചെയ്തു? സന്യാസിയുടെ യഥാർത്ഥ രൂപം വെളിപ്പെടുത്തി. അതാരായിരുന്നു? ശ്രീകൃഷ്ണ ഭഗവാനായിരുന്നു. രാജാവിന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ കൃഷ്ണൻ ആ അരിക്കടത്തിന് പകരമായിട്ട് ദിവസവും ഭക്തർക്ക് പാൽപ്പായസം നിവേദ്യമായിട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചു. അങ്ങനെയാണ് ഈ പാൽപ്പായസത്തിന്റെ കഥ ആരംഭിച്ചത്. രാജാവ് തോറ്റത് നന്നായല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ യമ്മി പായസമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമല്ലോ.
അങ്ങനെ നടന്ന് മുല്ലപ്പൂ കണ്ടപ്പോൾ അതും വാങ്ങി. അമ്പലത്തിലൊക്കെ വന്നേച്ച് മുല്ലപ്പൂ വെച്ചില്ലെങ്കിൽ പിന്നെ എന്നാ രസമുള്ളേ. മുല്ലപ്പൂവിന്റെ സ്മെല്ലുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. സോ മുല്ലപ്പൂ വാങ്ങി തലയിൽ വെക്കുന്നത് എനിക്കൊരു നോർമൽ കാര്യമല്ല കേട്ടോ. അവരത് ഇലയിലൊക്കെ പൊതിഞ്ഞ് തരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. എന്റെ കയ്യിൽ മുല്ലപ്പൂ കിട്ടിയാൽ ഞാൻ അതിന്റെ ആൽമാവ് വരെ വലിച്ചെടുക്കുന്ന പോലെ സ്മെൽ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക്. നമ്മുടെ കയ്യിൽ മുല്ലപ്പൂ ഇരിക്കുന്ന ടൈമിലെ കാറ്റൊക്കെ വീശിക്കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് പിന്നെയും മൂക്കിലോട്ട് ഇങ്ങനെ അടിച്ചു കയറും. അതിന്റെ സുഖം പറയാതിരിക്കാൻ വയ്യ. മുല്ലപ്പൂ കൈ കിട്ടിയത് മുതൽ മുല്ലപ്പൂ അങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞ് ബ്ലാ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ. എന്റെ കൈ തൈ 4, 3, 7 രോമത്തിൽ ഞാൻ വെച്ചോളാന്ന് പറഞ്ഞ് വെക്കുന്നതാട്ടോ ഈ കാണുന്നേ. അങ്ങനെ വലിയൊരു അടിപിടി കൂടാതെ മുല്ലപ്പൂ വെച്ച് തീർത്തതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോൾ ഡൊണാൾഡിന്റെ ഒരു ഫ്രണ്ടിനെയും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇച്ചിരി നേരം കൂടെ അവിടെ തന്നെ ഇരുന്ന് അവിടെ വന്നവരെയൊക്കെ കുറച്ചൊന്ന് നോക്കി ഗോസിപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. ഇനിയൊരു സത്യം പറയട്ടെ, ഈ കപ്പിൾ ഗോസിപ്പ് ഉണ്ടല്ലോ, അതൊരു കലയാണ്. ഈ ഗോസിപ്പൊക്കെ പറഞ്ഞ് എവിടെന്നോ തുടങ്ങി എവിടെയോ അവസാനിപ്പിക്കും. നേരം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ ഇരുന്നിരുന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴാണ് ബോധം വന്നത്. റൂമിൽ പോയി വേഗം തിങ്സൊക്കെ എടുത്തോണ്ട് വന്ന് പായസം വാങ്ങി തിരിച്ച് വീട്ടിൽ പോകാനുള്ള നേരമായി. അപ്പത്തേക്കും അവിടെ കണിക്കൊന്ന പൂത്തുളഞ്ഞ് നിൽക്കുന്ന കണ്ടു കേട്ടോ. ഇച്ചിരി കാലങ്ങളായിട്ട് ഇപ്പൊ അതാണല്ലോ ട്രെൻഡ്. വിഷുവിന് മുന്നേ കണിക്കൊന്ന പ്രാന്ത് പിടിച്ച പോലെ പൂവിടും. വിഷുവിന് കണി കാണാൻ പോലും കിട്ടത്തില്ല. സോ കണ്ടപ്പോ തന്നെ ഇച്ചിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ ഇച്ചിരി നേരം ഇങ്ങനെ നിന്നു. അങ്ങനെ വിഷുവിന് ഇടാൻ ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടിയ സന്തോഷത്തില് ഇച്ചിരി കണിക്കൊന്നയും പറിച്ചെടുത്ത് വേഗം റൂമിൽ പോയി. എന്നിട്ട് 1 മണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ ക്ഷേത്രത്തിലെത്തി. പായസം വാങ്ങണ്ടേ, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഓൾറെഡി അവിടെ വലിയൊരു ക്യൂ തന്നെ ഫോം ആയിട്ടുണ്ട്. ഇച്ചിരി നേരം ക്യൂ നിൽക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്റെ ലോ BP പ്രതിഭാസം ആക്റ്റീവ് ആകാൻ തുടങ്ങി. അപ്പൊ ഞാൻ പോയി തണലത്തിരുന്നു. അങ്ങനെ കാലങ്ങളുടെ കാത്തിരിപ്പിന്റെ ഫലം 2 കൈയിലായിട്ട് താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നതിന്റെ സന്തോഷം ആ മുഖത്ത് കണ്ടോ. പായസം കൈ കിട്ടിയത് മുതൽ ഞങ്ങൾക്ക് കൊതിയായിരുന്നു അപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. പക്ഷെ പാത്രത്തിന്റെ സൈഡിൽ കൂടെയൊക്കെ പോവുമല്ലോ എന്ന് ആലോചിച്ച് പിന്നെ കൊതിയൊക്കെ അടക്കി പിടിച്ചങ്ങനെ നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പോകുന്ന കണ്ടേട്ടോ. അങ്ങനെ അമ്പലപ്പുഴ പാൽപ്പായസം കയ്യിൽ കിട്ടിയ സന്തോഷവും വീട്ടിലെത്തിയ ഉടനെ അത് കുടിക്കാനുള്ള കൊതിയും കൊണ്ട് ഞങ്ങൾ ആലപ്പിയിൽ നിന്ന് ട്രിവാൻഡ്രം തിരിച്ചു പോവുകയാണ്. ബാക്കി വിശേഷങ്ങളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.